അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 24-ാമത്തെ ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. സൂത ഉവാച ഇത്യുക്ത്വാ പ്രദദൗ പർണം ശ്യേനായ നൃപസത്തമാ സഗൃഹീത്വോൽപപാതാശു ഗഗനം ഗതിവിത്തമാ. ഗച്ഛന്തം ഗഗനം ശ്യേനം ധൃത്വാ ചഞ്ചുപുടേ പുടം തമപശ്യദധായാന്തം ഖഗം ശ്യേനസ്തഥാ പരാ. ആമിഷം സതു വിജ്ഞായ ശീഘ്രമഭ്യദ്രവദ്ഖഗം തുണ്ഡയുദ്ധമധാകാശേ താവുഭൗ സംപ്രചക്രതു. യുദ്ധ്യോതോരപതദ്രേതസ്തച്ചാപി യമുനാംഭസി. ഖഗൗ തൗ നിർഗതൗ കാമം പുടകേ പതിതേ തദാ. ഏതസ്മിൻ സമയേ കാചിദദ്രികാ നാമ ചാപ്സരാ ബ്രാഹ്മണം സമനുപ്രാപ്തം സന്ധ്യാവന്ദന തൽപരം. കുർവതി ജലകേളീം സാ ജലേ നഗ്നാ ചചാര സാ. ജഗ്രാഹചരണം നാരീ ദ്വിജസ്യാ വരവർണിനി. പ്രാണായാമപരശോധ ദൃഷ്ട്വാ താം കാമചാരിണീം. ശശാപ ഭവ മത്സീത്വം ധ്യാനവിഘ്നകരീയത. സാ ശബ്ദ വിപ്രമുഖ്യേന ബഭൂവ യമുനാചരീ. ശബരീരൂപസമ്പന്ന ഹ്യദ്രികാ ച വരാപ്സരാ. ശ്യേനപാദപരിഭ്രഷ്ടം തച്ഛുക്രമധവാസവീ. ജഗ്രാഹ
തരസാഭ്യേത്യ സാദ്രികാ മത്സ്യരൂപിണി അധകാലേന കിയത മത്സ്യീം താം മത്സ്യജീവന സംപ്രാപ്തേ ദശമേ മാസി ബബന്ധ താം മനോരമാം ഉദരം വിദദാരാശു സ തസ്യാ മത്സ്യജീവന യുഗ്മം വിനിസൃതം തസ്മാദുദരാൻ മാനുഷാകൃതി ബാല കുമാര സുഭഗസ്തഥാ കന്യാ ശുഭാനന ദൃഷ്ട്വാശ്ചര്യമിദം സോധ വിസ്മയം പരമം ഗത രാജ്ഞേ നിവേദയാമാസ പുത്രൗ ദ്വൗ തു ഝഷോദ്ഭവൗ രാജാപി വിസ്മയാവിഷ്ട സുതം ജഗ്രാഹ തം ശുഭം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ ദ്വിതീയ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ ഭാഷാഗാനമായി ഇവിടെ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഏവം ചൊല്ലിയിലപ്പോതി പരുന്തിനെ ഏൽപ്പിച്ചപ്പോൾ ഏറെ വേഗമാകാശത്തിൽ പറന്നുയർന്നു. പൊതിയുമായി പറക്കുന്ന പരുന്തിനെ ആകാശത്തിൽ മറ്റൊരു പരുന്തു മുന്നിൽ കണ്ട സമയം ചുണ്ടിൽ മാംസമെന്നു കരുതിയതാകും പരുന്തപ്പോൾ കൊക്കുകൊണ്ടു തമ്മിൽ തമ്മിൽ യുദ്ധം തുടങ്ങി. പക്ഷികൾ യുദ്ധം ചെയ്യവേ പൊതിയ മുനയിൽ വീണു. പക്ഷികളുമതു കണ്ടു പറന്നുപോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അദ്രികയെന്നു പേരുള്ള അപ്സര സ്ത്രീയ മൂനയിൽ നഗ്നയായി ജലക്രീഡ തന്നിൽ മുഴുകി. സന്ധ്യാവന്ദനം ചെയ്യുന്ന ബ്രാഹ്മണന്റെ അടുത്തെത്തി സങ്കോചമൊട്ടുമില്ലാതെ കാലിൽ പിടിച്ചു. പ്രാണായാമം ചെയ്തിരുന്ന അദ്ദേഹം ശപിച്ചു ചൊല്ലി, ധ്യാനവിഘ്നം ഹേതുവായി നീ മത്സ്യമാകട്ടെ. അദ്രികയാം അപ്സരസോ അന്തണന്റെ ശാപത്താലെ ആ ജലത്തിലൊരു കരിമീനായി മാറി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഉപരിചരവസുവിൻ രേതസ്സുള്ള പൊതിയപ്പോൾ മത്സ്യമായ അദ്രികയും വിഴുങ്ങിയല്ലോ.
മാസങ്ങൾ 10 കഴിഞ്ഞു. അദ്രികയാം മത്സ്യത്തിനെ മുക്കുവന്മാരിലൊരുവൻ പിടിച്ചുവല്ലോ. ആ മുക്കുവൻ മത്സ്യത്തിൻ്റെ വയറു കീറിയ നേരം അതിൽ നിന്നു 2 ശിശു പുറത്തു വന്നു. സുഭഗനാം ആൺകുട്ടിയും സുന്ദരിയാം പെൺകുട്ടിയും അത്യധികം വിസ്മയിച്ചു മുക്കുവനപ്പോൾ. മത്സ്യത്തിൻ്റെ കുട്ടികളെ രാജാവിനു നൽകിയപ്പോൾ അഴകുള്ള ആൺകുട്ടിയെ സ്വീകരിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി മഹാമായേ, അമ്മേ ലക്ഷ്മി മഹാമായേ, അമ്മേ ഭദ്രേ മഹാമായേ, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാമാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് 109ാമത്തെ ദിവസം. ഇവിടെ ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 24ാമത്തെ ശ്ലോകം മുതൽ 36ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. ഇന്നലെ ആ ഉപരിചരവസു എന്ന രാജാവ് തൻ്റെ രേതസ് ഒരു ഇലപ്പൊതിയിലാക്കി ഒരു പരുന്തിനെ ഏൽപ്പിച്ച് തൻ്റെ ഭാര്യയായ ഗിരികയ്ക്ക് കൊണ്ടുകൊടുക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. പിന്നീട് സൂതൻ പറയുകയാണ്, ഇത്യുക്ത്വാ പ്രദദൗ പർണം ശേനായ നൃപസത്തമ സാ ഗൃഹീത്വോൽപപാതാശു ഗഗനം ഗതിവിത്തമ. ഇത് പറഞ്ഞ് രാജാവ് ആ ഇലപ്പൊതി പർണം ശേനായ പ്രദദൗ, ശേനം എന്ന് പറഞ്ഞാൽ ആ പരുന്തിന് കൊടുത്തു. വഴിയറിയാവുന്ന ഗഗനം ഗതിവിത്തമഹ, ഗതി അറിയുന്ന ആ പരുന്ത് അതെടുത്തും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന് അതിവേഗത്തിൽ പറന്നുപോയി എന്ന് പറയുന്നു. അങ്ങനെ പരുന്ത് പറക്കുമ്പോഴാണ് ഗച്ഛന്തം ഗഗനം ശേനം ധൃത്വാ ചഞ്ചുപുടേ പുടം തമപശ്യത യഥായാന്തം ഖഗം ശേനസ്തഥാപര. ഇവിടെ ഈ പരുന്ത് ഇങ്ങനെ പറന്നുപോയപ്പോൾ പൊതി ചുണ്ടിലിങ്ങനെ പിടിച്ചുകൊണ്ട് ആകാശത്തിലൂടെ പറക്കണു പരുന്ത്. അപ്പോൾ തൻ്റെ നേർക്ക് പറന്നു വരുന്ന പരുന്തിനെ കണ്ടപ്പോൾ വേറൊരു പരുന്ത് ആകാശത്തിലുണ്ടായിരുന്നു. മറ്റൊരു പരുന്ത് ഈ പരുന്തിനെ കണ്ടു. ആമിഷം സതു വിജ്ഞായ ശീഘ്രമഭ്യദ്രവൻ ഖഗം തുണ്ടയുദ്ധമധാകാശേ താവുഭൗ സംപ്രചക്രതു. ഈ കൊണ്ടുവരുന്നത് ആമിഷമാണ്, മാംസമാണ് എന്ന് വിചാരിച്ചു. ചുണ്ടത്തുള്ളത് മാംസമാണെന്ന് വിചാരിച്ച് ആ പരുന്തിൻ്റെ നേരെ രണ്ടാമത് വന്ന പരുന്ത്
ആക്രമിക്കാനായിട്ട് എത്തിച്ചേരുന്നു. ആകാശത്ത് വെച്ച് തുണ്ടയുദ്ധമഥാകാശേ, തുണ്ടയുദ്ധം, കൊക്കുകൾ കൊണ്ട് യുദ്ധം അവിടെ നടന്നു. പരുന്തും തമ്മിൽ കൊക്കുകളെ കൊണ്ട് അവിടെ കുത്തി ആ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടുപേരും. അപ്പോൾ രണ്ടാമത് വന്ന പരുന്തിൻ്റെ വിചാരം എന്താ, ഇത് മാംസകഷ്ണമാണെന്നാണ് വിചാരം. അതുകൊണ്ടാണ് ഇങ്ങനെ യുദ്ധം ചെയ്തത്. യുദ്ധത്തോരപതദ്രേതസ്തച്ചാപി യമുനാംഭസി. ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അത് ആ രേതസിന്റെ പൊതി യമുനാംഭസി, യമുനയിലെ ജലത്തിലേക്ക് വീണു. ഖഗൗതൗ നിർഗതൗ കാമം പുടകേ പതിതേ തദ. ആ യമുനയിലെ വെള്ളത്തിലേക്ക് ഈ പൊതി വീണപ്പോൾ പക്ഷികൾ രണ്ടും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ സമയത്താണ് ഏതസ്മിൻ സമയേ കാചിത് അദ്രികാ നാമ ചാപ്സര. ഈ സമയത്ത് ഒരു അപ്സരസ്ത്രീ, അവിടെ പേര് അദ്രിക എന്നാണ്. ആ അപ്സരസ്ത്രീ ബ്രാഹ്മണം സമനുപ്രാപ്തം സന്ധ്യാവന്ദന തൽപരം, സന്ധ്യാവന്ദനം ചെയ്യുന്നതിൽ തൽപരനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ കാണുന്നു ഈ അപ്സരസ്. അങ്ങനെ അപ്സരസിന് ഈ ബ്രാഹ്മണനെ കണ്ടപ്പോൾ വല്ലാതെ കാമാതുരയായിട്ട് തീർന്നു. അവള് വേഗം കുർവതി ജലകേളിംസ ജലേ നഗ്നാചാരസ, ജലത്തിൽ നഗ്നയായി ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്ന അവള് ഈ സമയത്ത് ജഗ്രാഹ ചരണം നാരി ദ്വിജസ്യ വരവർണിനി, ആ സുന്ദരി ആ ബ്രാഹ്മണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കയറി പിടിച്ചു. പ്രാണായാമപരശോധ ദൃഷ്ട്വാ താം കാമചാരിണിം, പ്രാണായാമത്തിൽ തൽപരനായി പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം, അതിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം ആ കാമചാരിണിയായ അവളെ, ദേഷ്യം വന്നു അദ്ദേഹത്തിന്. എൻ്റെ ധ്യാനത്തിന് ധ്യാന വിഘ്നകരീ യഥാ, എൻ്റെ ധ്യാനത്തിന് വിഘ്നമുണ്ടാക്കിയ നീയ് ഭവ മത്സി ത്വം ശശാപ, നീയൊരു മത്സ്യമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയും ചെയ്തു. സാ ശബ്ദ വിപ്രമുഖ്യേന ബഭൂവ യമുനാചരി ശബരി രൂപസമ്പന്ന ഹ്യദ്രികാ ച വരാപ്സര. അദ്രിക എന്നു പേരുള്ള ആ അപ്സര സ്ത്രീ അതിസുന്ദരിയാണ്, ഉത്തമയാണ്. ആ അപ്സര സ്ത്രീ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് യമുനയിൽ ശബരി ഒരു കരിമീനായി മാറി, ഒരു മീനിന്റെ രൂപത്തിലേക്ക് മാറി ഈ അപ്സര സ്ത്രീ. അങ്ങനെ അദ്രിക ഇപ്പോ ഇതാ ഒരു മത്സ്യമായി മാറി. ശ്യേനപാദപരിഭ്രഷ്ടം തച്ഛുക്രമധവാസവി ജഗ്രാഹ തരസാഭ്യേത്യ സാദ്രിക മത്സ്യരൂപിണി. പരുന്തിൻ്റെ ആ കാലിൽ നിന്ന് തെറിച്ച് അല്ലെങ്കിൽ ചുണ്ടിൽ നിന്ന് തെറിച്ചു വീണ ആ യമുനാജലത്തിലേക്ക് വീണ ആ ഉപരിചര വസുവിൻ്റെ രേതസ്, ആ പൊതി, മത്സ്യരൂപിണിയായിരിക്കുന്ന ഈ അപ്സര സ്ത്രീ അല്ലെങ്കിൽ അദ്രിക വേഗം ചെന്ന് ആ പൊതി അടക്കം വിഴുങ്ങി. അധ കാലേന കിയത മത്സ്യം താം മത്സ്യജീവന സംപ്രാപ്തേ ദശമേമാസി ബബന്ധ താം മനോരമ. കുറേ കാലം കഴിഞ്ഞു, ഏകദേശം 10 മാസം കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞിട്ട്. ഈ സമയത്ത് ഒരു മുക്കുവൻ ഈ അപ്സരസാകുന്ന മത്സ്യത്തെ, അദ്രികായ എന്ന ആ മത്സ്യത്തെ, ആ കരിമീനിനെ വലയിട്ട് പിടിച്ചു. ഈ സമയത്തോ ഉദരം വിദദാരാശു സതസ്യാ മത്സ്യജീവന. ആ മത്സ്യത്തിൻ്റെ വയറ് കയറി നോക്കിയപ്പോൾ ആ മുക്കുവൻ വയറ് കയറി. മത്സ്യജീവന യുഗ്മം വിനിസൃതം തസ്മാദുദരാൻ മാനുഷാകൃതി. എന്താ, ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് 2 മനുഷ്യ കുഞ്ഞുങ്ങളെ കിട്ടി. 2 മനുഷ്യക്കുട്ടികൾ, 2 ശിശുക്കൾ പുറത്തേക്ക് വന്നു. ബാല കുമാര സുഭഗസ്തഥാ കന്യാ ശുഭാനന. ഏറ്റവും സുഭഗനായ സുന്ദരനായ ഒരു ആൺകുട്ടി, അതേപോലെ ശുഭാനന കന്യ, ശുഭമായ ഏറ്റവും മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടിയ സുന്ദരിയായ ഒരു പെൺകുട്ടിയും. ദൃഷ്ട്വാശ്ചര്യമിതം സോധ വിസ്മയം പരമം ഗത. ഇത് കണ്ടപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇല്ല അല്ലേ, മത്സ്യത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവാറില്ല. ഇവിടെ അത്ഭുതപ്പെട്ടു ഈ മുക്കുവൻ എന്ന് പറയുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ
ഇതേപോലൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ശംബരൻ എന്ന അസുരൻ്റെ അടുത്ത് മുക്കുവന്മാരൊരു മത്സ്യത്തെ കൊണ്ടു കൊടുക്കുമ്പോൾ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടുന്നുണ്ട്. അത് ഭഗവാന്റെ പുത്രനായ പ്രദ്യുമ്നനാണ്. ആ മത്സ്യത്തെ കീറുന്നതും പ്രദ്യുമ്നൻ്റെ അല്ലെങ്കിൽ കാമദേവൻ്റെ അവതാരമാണ് പ്രദ്യുമ്നൻ. ആ കാമദേവൻ്റെ പത്നിയായ രതീദേവിയാണ് മായാവതി എന്ന രീതിയിൽ ആ മത്സ്യത്തെ കീറണതൊക്കെ. ആ കഥയൊക്കെ നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ആ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ രാജ്ഞേ നിവേദയാമാസ പുത്രൗ ദൗതൗ ഝഷോദ്ഭവൗ പുത്രൗ ദൗ. മത്സ്യത്തിൽ നിന്നുണ്ടായ ആ രണ്ട് പുത്രന്മാരെ അല്ലെങ്കിൽ ആ രണ്ട് മക്കളെ, രണ്ട് കുട്ടികളെ രാജ്ഞേ നിവേദയാമാസു, രാജാവിന് കാഴ്ചവെച്ചു, രാജാവിന് നിവേദനം ചെയ്തു. രാജാബി വിസ്മയാവിഷ്ട, രാജാവും വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നി രാജാവിന്. ആ രണ്ട് കുട്ടികളിൽ സുതം ജഗ്രാഹ തം ശുഭം, ആ ആൺകുട്ടിയെ രാജാവ് പറഞ്ഞു, ഈ ആൺകുട്ടി എൻ്റെ പുത്രഭാവത്തിൽ രാജകുമാരനായിട്ട് ഇവിടെ വളരട്ടെ എന്ന് പറഞ്ഞ് ആ ആൺകുട്ടിയെ സ്വീകരിച്ചു എന്ന് പറയുന്ന 36-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഈ ഭഗവത് ശബര്യ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 37-ാമത്തെ ശ്ലോകം മുതൽ 48-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.